കളിച്ചിരികളും ചിന്തകളും അറിവുകളും പങ്കുവെച്ച അമൃത TV ഒരുക്കിയ കളിയിൽ അല്പം കാര്യം സമ്മർ ക്യാമ്പിന് കോട്ടയത്ത് തുടക്കമായി. BCM കോളേജ് ഓഡിറ്റോറിയത്തിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൗമാരക്കാരായ 250ഓളം വിദ്യാർത്ഥികളാണ് 2 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അവധിക്കാലം വീടിനുള്ളിൽ അടച്ചിരിക്കാതെ വിനോദദിനം വിജ്ഞാനദിനം അവസരമൊരുക്കുകയാണ് അമൃത TVയുടെ കളിയിൽ അല്പം കാര്യം ദ്വിദിന സമ്മർ ക്യാമ്പ്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസം, ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്കായുള്ള പരിശീലനം, കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. കോട്ടയം BCM കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പ് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പരിശുദ്ധിയുള്ള പുതിയ തലമുറയെ വളർത്താനും നന്മകൾ ഉണർത്താനുമാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ അമൃത TV ഒരുക്കിയ ഈ കുട്ടികളുടെ ക്യാമ്പ് പരിശുദ്ധിയുള്ള പുതിയ തലമുറ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്, നന്മകൾ ഉണർത്തുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങൾ കരുതുന്ന കഴിവുകൾ ഉണർത്തിയെടുക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി യാതൊന്നുമില്ല എന്ന് നമുക്ക് ബോധ്യം വരണമെങ്കിൽ നമ്മൾ അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഉണരണം. യോഗ, സൂംബ, മാജിക്, വെട്രിലോഗിസം, അഭിനയ കളരി തുടങ്ങിയവയെല്ലാം കുട്ടികൾക്ക് ആവേശം പകരുന്നതായി. കേരള പൊളിറ്റിക്സ് ആൻഡ് കൾച്ചർ എന്ന വിഷയത്തിൽ മുൻ PSC ചെയർമാൻ K. രാധാകൃഷ്ണനും, ഹാപ്പി പേരൻറ്റിംഗ് എന്ന വിഷയത്തിൽ കോട്ടയം നാർക്കോട്ടിക്സ് സെൽ DYSP KR ബിജുവും ക്ലാസ് നയിച്ചു. സ്വാമി ഗുരുപാദാശ്രിതാനന്ദ യോഗ ക്ലാസ്സിനും നടൻ മുരളി മേനോൻ അഭിനയ കളരിക്കും നേതൃത്വം നൽകി. ക്യാമ്പിൻ്റെ സമാപന ദിനമായ ബുധനാഴ്ച മൈൻഡ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാം, കളരി, AI ആൻഡ് റോബോട്ടിക്സ് ക്ലാസ്, ക്വിസിംഗ് ഗെയിം ഷോ, നടൻ ഗിന്നസ് പക്രുവുമായുള്ള സംവാദം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി കുട്ടികളുമായി സംവദിക്കും. അമൃത TV ബിസിനസ് ഹെഡ് R. ശിവകുമാർ, ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ, ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ K. നായർ തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.